സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ നമിച്ചുകൊണ്ട് വേദിയിലും സഹസ്രിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഈ നടത്തുന്ന സത്സംഗം നമ്മളിൽ അറിവുണ്ടാക്കാനും നമ്മുടെ അജ്ഞാനത മാറിയിട്ട് ജ്ഞാനമുണ്ടാവാനും, അത് നിരന്തരം നമ്മളത് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗുരുവിൻ്റെ 100ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഞാൻ എഴുതി കൊടുത്തതാ, എല്ലാ സന്യാസിമാർക്കും ഓരോ അഭിപ്രായം എഴുതിക്കൊള്ളാം. പല എഴുതിയിട്ടുണ്ട്, മതസമ്മേളനം, ഇത് യൂത്ത് വിങ് എന്നൊക്കെ. ഞാനൊന്നും പറഞ്ഞില്ല, ഉള്ളവർ പോവാതെ നോക്കുക. നമ്മുടെയിലുള്ള സുരേന്ദ്രൻ മാഷും എൻ്റെയുള്ള വന്ദർബസ്വാമിയും ഇവിടെയുള്ള രാമകൃഷ്ണേട്ടനും എന്ത് പാടില്ല, അജ്ഞാനം പാടില്ല. ഗുരുവിലൊരു ഉറപ്പ് വേണം. അതിനു വേണ്ടി ഞാൻ പറഞ്ഞു, ഓരോ ഏരിയയിലും നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവിനെ കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് 3-4 ചർച്ച വരും. 16 വേണോ, 14 വേണോ, 7 വേണോ, പണ്ടത്തെ ബുക്കിൽ 13 ഉണ്ട് അല്ലേ? ആൾ മരിച്ചാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മരിച്ച എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഴിച്ചിടണം, വേറെ പണിയൊന്നും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ അതേ ഉള്ളൂ, ബാക്കിയുള്ളത് ഗുരു നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ അജ്ഞാനമായി കിടക്കുന്ന പല കാര്യങ്ങളും തിരുത്താനാണ് നമ്മളിവിടെ കൂടുന്നത്. അത് അറിവായി മാറുമ്പോഴാണ് നമുക്ക് ധൈര്യം വരിക ഗുരുവിന്. എപ്പോഴും നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനാലയം സമർപ്പിക്കുന്ന സമയത്തൊക്കെ പല വിഷമതകളും വരുമെന്ന് പറയുന്നുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ എന്താ? വിഷമമല്ല. ഇവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട്. ഇവിടെ പരീക്ഷ വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വിഷമമാണ്. എന്താ അതിൻ്റെ കാരണം? പരീക്ഷ പാസ്സാവാൻ വേണ്ടി അധ്യാപകരെടുക്കുന്ന റിസ്ക്കാണ് അവർ പറയുന്നത് അല്ലേ? അവർക്ക് കുറേ ഇന്ന ക്വസ്റ്റ്യൻ വരും, വരും എന്ന് പറഞ്ഞ പോലെ ഇന്നെന്ന കാര്യങ്ങൾ നിനക്ക് ജീവന തടസ്സമാണ്, അതങ്ങോട്ട് കളഞ്ഞേക്ക് പറയും. അപ്പോൾ നിഖിലിന് എന്ത് തോന്നും? ഇതൊന്നും ശരിയല്ല എന്ന് നമ്മുടെ മനസ്സിൽ വരും. ഇവിടെയാണ് അജ്ഞാനം എന്ന് പറയുന്ന കാര്യം വരും. അവിടെയാണ് ഭഗവത്ഗീത ഉണ്ടായത്. തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ വലിയച്ഛനെയും എൻ്റെ ആൾക്കാരെ എല്ലാത്തിനെയും തീർക്കണം എന്ന് ആരാ പറയണം? ഗുരുവാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക അല്ലേ? അവിടെയാണ് നമ്മൾ കുഴപ്പമുണ്ടാകുന്നത്. ഇത് രാജീവ് ചണ്ടയാടിനോട് പറഞ്ഞ രാജീവ് ചണ്ടയാട് 100 എന്ത് പറയും? ഉപാധികൾ ഗുരുവിൻ്റെ മുന്നിൽ വയ്ക്കും. അപ്പോൾ ഗുരു എന്ത് പറയും? ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്തോളാൻ പറയും. എല്ലാവരും അങ്ങനെയാണ്. ഇത് മാറാനുള്ള അറിവാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ സത്സംഗത്തിലൂടെ നിരന്തരം ചർച്ച ചെയ്ത് വരണം. അപ്പം നമ്മളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ഉറങ്ങിയിരിക്കില്ല. ഞാൻ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കും സ്വാമിമാരും. മനസ്സിലായോ? എനിക്ക് 100 ചോദ്യം ഉണ്ടാവും. ഞാൻ നിങ്ങളെപ്പോലെ ഉറങ്ങില്ല ഇരുന്നിട്ട്. ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. എന്നിട്ട് ചോദിച്ചാൽ സ്വാമി അത് ശരിയല്ല, ഗുരുവാണിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാമി എന്താ ഇങ്ങനെ പറയണേ ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നിരന്തരമായ അറിവ് കിട്ടാനാണ് നമ്മൾ നിരന്തരമായ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ചോദ്യത്തിൽ നിന്നേ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അവനവൻ്റെ വാസനയ്ക്കനുസരിച്ചായിരിക്കും ഇവിടെ പറയും. ഇപ്പോൾ രാമകൃഷ്ണേട്ടൻ ഗ്യാങ്ങിനും അവിടെ തുളസി വെക്കുന്നതാണ് വാസന. അത് അവരുടെ വാസനയാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെങ്ങനെ മാറ്റാണ്? ഇപ്പോൾ മനോജ് മാത്തൻ്റെ വാസന അവിടെയുള്ള ചെടികളും അതിൻ്റെ കാര്യം. രാത്രി 12 മണിക്ക് അദ്ദേഹം അവിടെ വരും. എന്നാൽ ഇവിടെ വന്നിട്ട് തുളസിയുടെ കാര്യം അന്വേഷിക്കില്ല. രാമകൃഷ്ണേട്ടനും ഗ്യാങ്ങും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കില്ല. ഇതൊരു വാസനയാണ്. ഇതിനെ ഏകോപിക്കുന്നൊരു കർമ്മത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്താനാണ് നമ്മൾ നിരന്തരം ആശ്രമ കർമ്മം എന്ന് പറയും. അത് ആശ്രമത്തിൽ വരുമ്പോഴേ ഈ കുട്ടികൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ്? അവൻ്റെ വിട്ടുവീഴ്ചകളും അവൻ്റെതായ ഒരു ചിന്തയും അവനിൽ നിന്ന് മാറ്റം വരും. അതിനാണ് ആശ്രമത്തിൽ കുട്ടികളെ കൊണ്ട് നിർത്തണം എന്ന് പറയും. ഇല്ലെങ്കിൽ അളിഞ്ഞ സ്നേഹം കൊടുത്ത് ഈ അമ്മയും അച്ഛനും ഈ കുട്ടികളെ കേടുവരും. ഈ ആത്മഹത്യ കൂടുന്നത് എന്തുകൊണ്ടാണ്?
അല്ലേ? എന്തുകൊണ്ടാണ് ഈ അമ്മമാരും അച്ഛന്മാരും ലഗോൺ കുട്ടികളെ പോലെ വളർത്തി ഇവർ ഗ്ലാസ്സിലിട്ടിട്ട്. ആ ഒന്നും രണ്ടൊക്കെ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇവർക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല. പണ്ട് 8-9 ആകുമ്പോൾ നമുക്ക് അടി കൂടിയാലേ ആഹാരം കിട്ടുള്ളൂ. ഇപ്പം അരയും നൂലായതുകൊണ്ട് എന്താ പ്രശ്നം? ഇവരെ മാക്സിമം ആ ലെവലിൽ ഇവർ വളർത്തിക്കൊണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ അതിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കുട്ടികൾ അവർ പതറും. അവർക്ക് അച്ഛനമ്മയോട് ഇത് പറയാൻ പറ്റില്ല. ഈ പറയാൻ പറ്റാത്ത ഗതികേടിലാണ് അവരെന്ത് ചെയ്യുന്നത്? പല അപകടത്തിലും പോയി ചാടും. അവിടെയാണ് ഗുരു പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ ആശ്രമത്തിൽ കൊണ്ട് നിർത്ത്. ഇവിടെ ആകുമ്പോൾ എന്താ ചീത്തയും കേൾക്കും, എൻ്റെ അടുത്ത് കേൾക്കേണ്ടി വരും. അടുക്കളയിൽ പോയാൽ ചിലവരെ ചീത്ത കയറ്റൊന്ന് വരും, പൂവെട്ടാൻ പോയാൽ ചീത്ത കയറ്റൊന്ന് വരും. അവിടെ എല്ലാം അവർക്ക് അവരുടെ ജീവൻ്റെതായ കർമ്മത്തിൻ്റെ വശം കൊണ്ട് പലതും പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് പതുക്കെ 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 എന്തും ചെയ്യാൻ നേരം. ഇപ്പം ഇവിടെ തന്നെ നോക്കൂ, ഈ സംസാരിക്കുന്ന കുട്ടികൾ, അവർക്ക് എങ്ങനെയത് മനസ്സിലായത്? ഇവിടെ ഇരിക്കുന്ന പലവരും ഒന്ന് മൈക്ക് കൊടുത്ത് അവരെന്ത് ചെയ്യും? വെറുതാങ്ങിയില്ലെങ്കിൽ ഇവിടെ വീഴും. ഈ സാധനം വെറുതാങ്ങിയാണ് അല്ലേ? ഇവൻ്റെ കൊടുത്ത് നോക്കിയവൻ വീഴും, ഇതിൻ്റെ കൊടുത്താൽ വീഴും. രാമേഷേട്ടനെ 100 പ്രാവശ്യം ഞാൻ വിളിക്കും. രാമേട്ടൻ പറഞ്ഞു, ഈ വഴിക്ക് ഞാനില്ല, 50 വർഷമായാലും ഞാൻ ഇങ്ങോട്ട് കയറില്ല. പ്രകാശേട്ടനോട് ഞാൻ അടുക്കളയിൽ നിന്ന് വിളിച്ചു കുറേ പ്രാവശ്യം. എന്താ കാരണം? അതൊരു നിരന്തര പ്രക്രിയയിലൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു അറിവാണ് ആശ്രമത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവം വരണം. അസത്യം പറയാതിരിക്കാനും, എന്നാൽ അസത്യം പറയേണ്ടവിടെ പറയുകയും വേണം കേട്ടോ. സത്യം പ്രധാനേ പറഞ്ഞിട്ടുള്ളൂ, ധർമ്മം ചരാന്നേ പറഞ്ഞിട്ടുള്ളൂ ദൈവം, അല്ലേ? അങ്ങനെ പറ്റൂ. ചില സത്യങ്ങളൊക്കെ ചിലവിടെ നമ്മൾ മറച്ചു വയ്ക്കേണ്ടി വരും. എല്ലാം പറ്റും. ഇപ്പം എന്നോട് എത്രയോ കാര്യങ്ങൾ ഗൃഹസ്ഥാശ്രമികളായ ആൾക്കാരും പറയാറുണ്ട്, അല്ലാത്തവരും ഒന്നും പറയും. ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റുമോ? ഇതെല്ലാം ഈ വസ്ത്രത്തിനുള്ളിൽ, ഈ ചാവുമ്പോൾ പെട്ടിനുള്ളിൽ പോകണം, ആരും പുറത്തറിയരുത്. അതിൽ ഗുരുവിൻ്റെ അടുത്തും പോയി പറയും നമ്മൾ, അല്ലേ? ഗുരു എല്ലാവരെയും പുറത്താക്കും, എന്നിട്ട് പറയും, ശിശുബുദ്ധിനിടയ്ക്ക് ചെയ്യും, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറയും. എന്നിട്ട് അവരോട് മാത്രമേ സംസാരിക്കും. അതൊക്കെ എന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ രഹസ്യങ്ങൾ. അപ്പോൾ സഞ്ചയ കർമ്മങ്ങളിൽ നമുക്ക് നമ്മുടേതായ വാസനകളും നമ്മുടേതായ പ്രവർത്തനങ്ങളും ഉണ്ട്. അത് ആശ്രമത്തിൽ വരാൻ നമ്മളെ തടസ്സപ്പെടുത്തും. ഇപ്പോൾ രാജീവ് ചണ്ടയുടെ ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. എന്തായിട്ടും ഒരു പണിയില്ല, എന്നാലും അദ്ദേഹത്തിന് എന്ത് പറ്റില്ല? നുണയല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനും അങ്ങനെയായിരുന്നു. അപ്പം സഞ്ചയം എന്ന് പറയുന്ന നമ്മുടെ വാസനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ടീച്ചറോട് ചോദിച്ചാൽ പറയാം എന്താണ്? വീട് ഞാനില്ലെങ്കിൽ വീട് ഓടിപ്പോവും, അല്ലേ? നമ്മളങ്ങനെ പറയാറുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ വീടെന്ത് സംഭവിക്കും? അത് അവിടുന്ന് പോകും. അവിടുന്ന് ഇപ്പം പോയി. ഇതപ്പോൾ ഇവരുടെ ബന്ധുക്കൾ, ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇരുന്ന് കേക്ക് പറഞ്ഞു വീട് പൂട്ടിയിരിക്കുകയാണ്. എന്താ വീട് പൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതാ കാത്തു നിൽക്കേണ്ടാവാം എന്നൊക്കെ പറയുന്നത്. ഇവിടെ 1 ലക്ഷം രൂപയാണ് തരാൻ പോകുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മണി വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതല്ല ഒരു തെറ്റല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ. ഇതാണ് ഗുരു എന്ത് ചെയ്യും? നമ്മളെ 2-3 ദിവസം അവിടെ പിടിച്ചു നിർത്തും. സുചീന്ദ്ര മാഷ് അവിടെ പോയിട്ട് പറയും, ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കാതിരുന്നാൽ ശരിയാവില്ല. അവർ ഗുരു പറയും മിണ്ടാതിരിക്കുക. ഇത് ഗുരു അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അത്? നമ്മളൊക്കെ എത്രയോ പെട്ടിട്ടുണ്ട്. ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് അവസാനം കിട്ടിയ ബസ്സിൽ വരേണ്ടി വന്നു. എന്താ കാരണം? ഞാനൊരു പ്രശ്നമായിട്ടാണ് അവിടെ പോകുന്നത്. ആ പ്രശ്നം ഞാനാണെന്ന് എപ്പോഴാണ് മനസ്സിലാവണം? എന്നെ ഗുരു അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ ഇവിടെ പ്രശ്നം തീർന്നു. എൻ്റെ സാമീപ്യമാണ് ആ പ്രശ്നം. എൻ്റെ വീട്ടിൽ ഞാൻ നിന്നുകൊണ്ട് ഞാൻ ജനിച്ചതിൻ്റെ കർമ്മഗതിയാണ് എൻ്റെ വീട്ടിൽ ആ പ്രശ്നം. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? എന്നെ കുറച്ചു കാലം അവിടെ പിടിച്ചു നിർത്തി. ഞാൻ പലതും പറഞ്ഞു നോക്കി. വസ്ത്രം എടുത്തിട്ടില്ല, വണ്ടിക്കാരൻ്റെ പ്രശ്നമാണ്, ഞാൻ പോയില്ലെങ്കിൽ അത് വരും, ഈ സൂര്യൻ ഉദിക്കില്ല, അങ്ങനെ പലതും പറഞ്ഞു നോക്കി. ഗുരു വിട്ടില്ല. കാരണം എൻ്റെ കുടുംബത്തിനോട് ആർക്ക് സ്നേഹമുണ്ട്? ഗുരുവിന് സ്നേഹമുണ്ട്. അല്ല, അങ്ങനെയാണ് സന്യാസിമാരെ തിരഞ്ഞെടുക്കുക. ഒരു ജില്ലയിൽ ഗുരുവിന് സ്നേഹം കൂടുതൽ അവിടുന്ന് കൂടുതൽ സന്യാസിമാർ എടുക്കാൻ. അതോടെ ജില്ല രക്ഷപ്പെടുമല്ലോ. ഇവരെ കൊണ്ടുള്ള ഉപദ്രവം തീരുമല്ലോ അവിടെ, അല്ലേ? അതുപോലെയാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താ?
ഇതിപ്പോൾ അന്ന് അവനോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവന് 1000 ഉപന്യായങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, നിൽക്കാൻ പറഞ്ഞു അവിടെ. അപ്പം എന്താ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ടീച്ചറോടൊക്കെ ഞാൻ എന്നും ഇവിടെ രണ്ടുപേരോടും വരാൻ പറയും. അപ്പോൾ 100 ന്യായങ്ങളാണ്. അത് അവന് എന്താണ് എന്തൊക്കെയോ ന്യായങ്ങളാണ്. എന്താണ് എത്തിക്കാലിന് കൊണ്ടുപോകണം, അവിടെ പോകണം, ജപ്പാനിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്നൊക്കെ പറയും വണ്ടിയും കൊണ്ട്. ഒരു വണ്ടി കിട്ടി. ഇതൊക്കെ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മഗതികളാണ്. ഇത് നമ്മൾ ആശ്രമത്തിലേക്ക് വരുന്നതിന് തടസ്സമാണ്. എന്നാൽ നമ്മളില്ലാന്നെങ്കിലും ആ കാര്യങ്ങൾ അവിടെ നടക്കും അല്ലേ? ഗുരു ഒരിക്കൽ ചോദിച്ചു, നീ പനി പിടിച്ച് കിടക്കുന്നു, നിനക്ക് തല പൊക്കാൻ പറ്റില്ല, എന്തു ചെയ്യും ചോദിച്ചു. നിന്റെ അസുഖം മാറുന്നുമില്ല, നീ ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ ശരിയാവുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിൽക്കുക, അവിടെ കാര്യങ്ങൾ ശരിയാവും. ശരിയാണ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെ പല കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കും. കാരണം നമ്മുടെ ജന്മം കൊണ്ട് ചരരാശിയിൽ 10ാം ഇടത്തിൽ കേതുവോ രാഹുവോ ഏത് പിശാചോ കയറുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇട്ടത്ത് വെച്ചാൽ നമ്മുടെ ഏതൊക്കെ പണി പോയി. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്ത് ചെയ്യും ഗുരു? ആശ്രമത്തിൽ പിടിച്ചു നിർത്തും. ഗുരുവിന് സഹിക്കാൻ പറ്റും. അതാണ് ഗുരു പറഞ്ഞു, ഒരാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ച് അവനെ ആദ്യം എരുത്തി കൊണ്ട് നിർത്തി. 4 പശു. ഗുരു പറഞ്ഞു, ഇടാ അവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുക. വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ ജനാർദ്ദനെ അങ്ങോട്ട് വരാൻ പറയുവർ. ആരാ ജനാർദ്ദൻ? കൃഷി നോക്കുന്ന അശോകൻ്റെ അച്ഛനായ ജനാർദ്ദൻ, കുമിളിക്കാരൻ. ഇവനെ നീ ആ കാട് വെട്ടാൻ കൊണ്ടുപോയിക്കോ. നമ്മൾ ഈ എന്താ പറയുക, ഇവിടെ കളാന്നല്ലേ പറയുക, നമ്മുടെ നാട്ടിലെ കളാന്നാ പറയുക അല്ലേ? കള ഇങ്ങനെ വളം നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനിടയിലൊക്കെ പുല്ല് വന്നതിന് എന്താ പറയുക? കള. ഇത് ചെത്താൻ കൊണ്ടുപോയിക്കോ. ഒറ്റ ആഴ്ചയോട് കളയില്ലാതെ. എന്താ കാരണം? ഇവൻ ചവിട്ടിയതേ ഉള്ളൂ, അവിടെ സകലത് ഉണങ്ങാൻ തുടങ്ങി. ഇവൻ്റെ ഗുണം അതാണ്. അല്ല, ആളെ പേര് പറയുന്നില്ല, ആളിപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ അതാണ് അതിൻ്റെ പേര് പറയുന്നത്. അയാൾ എന്നെ പറയുന്നതാണ്, ഞാൻ പറയണതല്ല. ഇത് ഞാൻ പറയണതല്ല, അയാളെ അനുഭവത്തിൽ എഴുതിയിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഗുരു നിർത്തി ചെത്തിക്കോരി കഴിഞ്ഞപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം വെളുപ്പമാവാൻ തുടങ്ങി. കാരണം എന്താ? നമുക്ക് അത്രയും, നമ്മുടെ അണുക്കൾക്ക് അത്രയും പവറുണ്ട്. എന്താ പവർ? കർമ്മഗതി പവറാണ്. ഇത് ചാവിട്ട് അവിടെ പശു എത്തും. അപ്പം ഇത് മാറണമെങ്കിൽ എന്ത് വേണം? ആശ്രമത്തിൽ നിന്ന് നമ്മൾ കർമ്മം ചെയ്യണം. അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. ഓരോ പ്രാർത്ഥനയും നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം പറഞ്ഞു. ഓരോ പ്രാർത്ഥന തരിക. അപ്പോൾ മേയാറിൻ്റെ പ്രാർത്ഥന വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല അതെന്തിനാണെന്ന്. അറിയുന്ന ഋഷീശ്വരന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കറിയാം, നവോലിയോട് മാത്രമേ എനിക്ക് ജന്മം എടുക്കാൻ പറ്റുള്ളൂ ഈ ഭൂമിയിൽ. എൻ്റെ കർമ്മം ഞാൻ തോറ്റ സബ്ജക്റ്റൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. ആർക്ക്? ശ്രീകൃഷ്ണന് വരെ. അതിനേക്കാൾ വലിയൊരു മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ടെന്നാണ് ഗുരു പറഞ്ഞു. അവർക്കൊക്കെ തിരിച്ചു വന്ന് ഈ കർമ്മം പൂർത്തിയാക്കാനുള്ള ഒരു വശമാണ് നമ്മൾ കെട്ടുന്ന ഈ പ്രാർത്ഥനാലയമൊക്കെ. പക്ഷെ അത് ആർക്ക് മനസ്സിലാവില്ല? നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ വീടാണ് വലുത്, ഓടുകയാണ്. സ്വാമിയെ പ്രശാന്തരി, ഞാൻ പോട്ടെ, സദ്ഗുരുവേ ശരണം, ഗുഡ് ബൈ. ഓട്ടമാണ് നമ്മൾ. എന്താണ് ആ വീട് അവിടെ ഉണ്ടാവില്ല? ഉണ്ടാവും. നിങ്ങൾ മരിച്ചു പോയാലും ആ വീട് അവിടെ ഉണ്ടാവും. നിങ്ങളുടെ പേരക്കുട്ടികളത് പൊളിക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് സ്നേഹിക്കുന്ന വീട് ഉറപ്പായിട്ട് ആര് പൊളിക്കും? നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പേരക്കുട്ടികളത് പൊളിക്കും. കാരണം അന്ന് ടെക്നോളജി വേറെയാണ്. ഇപ്പം നമ്മൾ പൊളിക്കില്ലേ പഴയ തറവാടുകളൊക്കെ? അവരെത്ര കഷ്ടപ്പെട്ട് മരങ്ങളൊക്കെ കൊണ്ടുവന്ന് കാർപ്പൻറ്റർമാരെ ഇരുത്തി, ആശാരിമാർ ഒരു 2 കൊല്ലം പണിയെടുത്തുള്ള തറവാടാണ് നമ്മൾ സിമ്പിളായി പൊളിച്ച് കളയുന്നത് അല്ലേ? എന്നോലെ ചെയ്യും. അപ്പം അതിനോടെല്ലാം സ്നേഹം വേണ്ട. നിങ്ങളോട് ജീവനോട് സ്നേഹം വരണം. അപ്പം അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം ഗുരു കൊടുത്തത്. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഗുരു പറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് ഇതെല്ലാം കടന്നു പോകും. പ്രാർത്ഥന നമ്മൾ ഉണ്ടാക്കിയതല്ല. അതിൽ ഗുരുവിന് സംശയം വന്നപ്പോഴാണ് അവധൂതൻ വന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞ ഗുരുവിനോട്? വാക്കാണ് സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ഇത് 3 പ്രാവശ്യം ഗുരുവിനോട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു പോയി. ഒരു വടി ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഗുരുവിന് ഉറപ്പ് വന്ന് ഈ അഖണ്ഡനാമം നമുക്ക് കിട്ടിയതാണ്. ചില പൊട്ടന്മാർ പറയേണ്ടത് എഴുതിയുണ്ടാക്കിയതാണ്. അവരെന്തോ പറയട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. ഈ അഖണ്ഡനാമം ജപിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോന്ന് ഇളകി കിട്ടും. ഓരോ പ്രശ്നം നമ്മുടെ നിന്ന് ഇളകാൻ തുടങ്ങും. ആദ്യമായി വരുന്നവർ ചോദിച്ചത് പുതിയ വിശ്വാസികളാണ് ഇവരെ. അപ്പം എന്ത് സംഭവിക്കുന്നു?
നമ്മുടെ ആരാധനാമൂർത്തി തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് പറഞ്ഞു തരും, ഇത് നീ പ്രാർത്ഥിക്കണം, എനിക്ക് രക്ഷപ്പെടാനാണ്. ആ 93 കിട്ടിയ അഖണ്ഡനാമം ഗുരു ചൊല്ലേണ്ട രീതി ഗുരുവാണ് പഠിപ്പിച്ചത്. അത് ബലപ്പെടുത്തി കിട്ടാനാണ് ഗുരു പൗർണമിക്ക് നമ്മളോട് പറഞ്ഞത്. 3 ദിവസം മുമ്പും പൗർണമി ദിവസവും പൗർണമി കഴിഞ്ഞ 3 ദിവസവും നിങ്ങൾ രാവിലെ 5-ന്റെ ആരാധന കഴിഞ്ഞ അഖണ്ഡനാമം 10 മിനിറ്റ് നേരം സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിർമ്മാല്യ സമയത്ത് നമ്മളാരും അത് ചെയ്യാറില്ല. ഉണ്ടോ? അറിയ പോലും ഇല്ല. അങ്ങനെ ചെയ്യാറെന്ന് അറിയോ ആർക്കെങ്കിലും? സാരില്ല. അപ്പൊ ഈ അഖണ്ഡനാമം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ അവനോടും പോയി പറഞ്ഞു, അരുണിനോട്. ഈ വഴിക്ക് വരില്ല അവൻ. അവൻ്റെ വീട് ഇതിന് കടയ്ക്ക് പോയി ഞാൻ തിരികെത്തിച്ചു കൊടുത്താണ്. പിന്നെ അന്ന് കണ്ടതാണ്, പിന്നെ ഇന്നലെ ഞാൻ കാണുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇവിടെ വഴി അറിയാത്തതുകൊണ്ട്. പ്രാർത്ഥനയാണ് അതിൻ്റെ അടിസ്ഥാനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അവനോട് പറഞ്ഞു, ഈ അസുഖം അല്ല, നീ പ്രാർത്ഥിക്കുക. കുറച്ച് രാത്രി എനിക്ക് ഫോൺ വന്നു, എന്താണ് ഓപ്പറേഷനും വേണ്ട പറയുന്നു ഡോക്ടർ. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി പ്രാർത്ഥിക്കും, എന്നാൽ വേഗം പൈസ കൊടുത്തിട്ട് ഇറങ്ങാം. ബേബി മെമ്മോറിയൽ അധികം കാശ് ചിലവാവില്ലല്ലോ, കിടക്കും തോറും അവിടെ റീഡിംഗ് ആണ്. അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പലതും രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ആർക്ക് സാധ്യമല്ല? പ്രാരാബ്ധം കൊണ്ട്. അതിലാണ് സുരേട്ടൻ പറയണ പോലെ കടയുണ്ട്, മറ്റേ കാര്യങ്ങളുണ്ട്. എന്താണ്? പ്രാർത്ഥന നമ്മളൊന്ന് പിന്നിലേക്ക് മാറ്റി വയ്ക്കും. എല്ലാവരും, ഞാനും അതിൽ പെട്ട ആളാണ്. ഇതിന് നിങ്ങളെക്കാട്ടിലൊക്കെ ഗംഭീരമായിട്ട് ഉടായ്പ പറഞ്ഞ ആളാണ് ഞാൻ. സന്യാസിമാരെ വട്ടത്തിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം, ഈ സന്യാസിമാർക്ക് വേറെ പണിയില്ല, അവർക്ക് ഇങ്ങനെ വിളിച്ച് വിളിച്ച് തന്നെ ഓരോ ഏൽപ്പിക്കല പരിപാടി. ഞാനാണെങ്കിൽ രാത്രി 12-1 മണിക്കാണ് വീടെത്തിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് എനിക്ക് സൈറ്റിൽ പോകണം, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ വരുന്നത്. ഞാനെടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ഇതില്ലേ കളക്ട്രേറ്റിൻ്റെ ഇപ്പുറത്തുള്ള STD ബൂത്തില്ലേ, അവിടെയുണ്ട്, സ്വാമി അങ്ങോട്ട് വന്നാൽ മതി. കാരണം ഇവർ ഓലശ്ശേരിയിൽ നിന്ന് വരണല്ലോ. സ്വാമി പറയണ, എടാ പൊട്ട അന്തമിട്ട് ആ STD ബൂത്തിനാണ് ഞാൻ വിളിക്കുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞു. കാരണം ഞാൻ അവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്, മനസ്സിലായ? അപ്പോൾ ഇതുപോലത്തെ ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. അപ്പോൾ ദൈവം അവിടെ കമ്പ്യൂട്ടർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ണൂരുകാരത്തും കോഴിക്കോടുകാരത്തും ഒക്കെ അതേ പണിയാണ് കിട്ടുന്നത്. എല്ലാവരും നമുക്ക് തിരിച്ചടിക്കുക. രാമകൃഷ്ണനൊക്കെ പറഞ്ഞ രാമകൃഷ്ണൻ അതേപോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സഞ്ചയ പ്രാരാബ്ദം എല്ലാവർക്കും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ പ്രാരാബ്ദങ്ങൾ ഇല്ലാതെയാക്കി കടന്നു വരണോ? ആശ്രമത്തിൽ വരണം. നിർബന്ധമായും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആശ്രമം വരണം. എന്ത് തിരക്കുണ്ട്, കല്യാണം ആയിക്കോട്ടെ, സദ്യ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മുടെ തിരിക്കണം. ഞാൻ ഒരു തമാശയ്ക്ക് എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. പണ്ടൊരു ഇൻഡു സുസുക്കി കൊണ്ടൊരു വണ്ടിയുണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ? പഴയ ഇൻഡു സുസുക്കി. ആദ്യം ഇറങ്ങിയത് സുസുക്കി വണ്ടിയാണ്, ഇൻഡു സുസുക്കിയും, പിന്നെ യമഹ, പിന്നെ ഹീറോ ഹോണ്ട ഇറങ്ങിയത്. അപ്പോൾ ഇൻഡു സുസുക്കി ഞാനൊരാൾക്ക് കച്ചവടം ചെയ്തു. എൻ്റെ അല്ല, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ. അയാൾ ഭയങ്കര മദ്യപാനിയാണ്. അപ്പോൾ ഈ മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടി അയാൾ ഭാര്യ എല്ലാവരും കൂടി പറഞ്ഞ് ഈ വണ്ടി വിറ്റിപ്പിച്ചു. അങ്ങനെ വണ്ടി വാങ്ങിക്കൊടുത്ത് നമ്മുടെ ചെണ്ടയാട് രാജുവേട്ടനെ പോലത്തെ ഒരാൾക്കാണ്. അയാൾ 3 ദിവസം കഴിയുമ്പോൾ എൻ്റെ വണ്ടി തിരിച്ചുകൊണ്ട് എനിക്ക് ഈ വണ്ടി വേണ്ടാവോ? എന്താ ചോദിച്ചാൽ പറഞ്ഞു, രാവിലെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നേരെ പോണത് ബാറിലേക്ക്, അവിടുന്ന് പിന്നെ എവിടേക്കും പോകാൻ പറ്റും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും ഞാൻ എവിടെ കൊണ്ടുപോയി നോക്കിയാലും ഇത് തിരിഞ്ഞ് എവിടെ പോകുള്ളൂ? രേവതി ബാറിൽ പോയി നിൽക്കും. അവിടുന്ന് പിന്നെ എവിടേക്ക് വേണമെങ്കിലും ആ വണ്ടി അങ്ങനെ ട്യൂൺ ചെയ്തു എന്ന പോലെ നമ്മൾ ട്യൂണാവണം. എങ്ങനെ? ഞായറാഴ്ച കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കണം? നമ്മളെല്ലാം പോണ്ടെന്ന് പറയില്ല. പക്ഷെ ആ ഒരു സമയമാകുമ്പോൾ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ എന്തെത്തണം? നമ്മൾ ആശ്രമത്തിൽ വന്നു. നമ്മുടെ സഞ്ചയ കർമ്മങ്ങൾ, നമുക്കുള്ള ഇതുപോലെ പ്രാരാബ്ദം, എല്ല് പെറുക്കല് അല്ലേ, പിന്നെന്താ 28, നൂലുകെട്ട്, കല്യാണം, ഇതൊക്കെ നമ്മൾ വെരിഞ്ഞു മുറുക്കുക. ഇതൊന്നും നമ്മുടെ ജീവന് വേണ്ട ഗുണങ്ങൾ ചെയ്യില്ല. സാമൂഹ്യ ധർമ്മം തന്നെ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവൻ്റെ കർമ്മഗതികൾ അഴിയണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഇവിടെ വന്ന് നമ്മൾ ആരാധന കൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രധാനം കൊടുത്തത്. 1 അസുഖം വരുമ്പോഴാണ്, 2 കല്യാണമാണ്, 3 നമ്മൾ പറഞ്ഞു വീട് കെട്ടുമ്പോഴാണ്. അല്ലേ? അത്ര ഞാൻ ക്ലാസ് എടുത്തിട്ടു. അവിടെ എത്തിയിട്ടുള്ളൂ നമ്മൾ 1 കൊല്ലമായിട്ട്. കാരണം നിങ്ങളൊപ്പം സ്പീഡിൽ വരാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് കെട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം.
പക്ഷെ നമ്മുടെ സഞ്ചയകർമ്മങ്ങൾ ഇതിപ്പോൾ രാജീവ് ചൻ്റെ ഏട്ടൻ ഓടേണ്ടി വരും. അല്ല, തെറ്റല്ല, തെറ്റാണെന്നല്ല. ഇതൊന്നും തെറ്റല്ല. ഇതെല്ലാം നമ്മുടെ ജീവനുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഓരോ കർമ്മഗതികൾ. ഓടിയില്ലേ? അത് വരും, തെറ്റല്ല കേട്ടോ. ഇത് നമ്മൾ ചിരിക്കാനല്ല ഞാൻ പറയാം. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഗുരു സംസാരിക്കുമ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ട് ഇതേപോലെ. ഗുരു അവിടെ കാരണം നമ്മുടെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ചിലവർ ഓടില്ല. അപ്പം അതിപ്പോൾ ഇവിടെ കഥ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അഷ്ടവക്രൻ്റെ അടുത്ത് പഠിക്കാൻ പോയ ജനക മഹാരാജാവിൻ്റെ കഥ അതാണ്. കേട്ടില്ലേ? അഷ്ടവക്രൻ്റെ അടുത്ത് ആര് പോയിട്ടുണ്ട് പഠിക്കാൻ? അദ്ദേഹം ഗൃഹസ്ഥനാണ്. 2-3 ഭാര്യമാരുണ്ട് ആൾക്കും അല്ലേ? സീതാദേവിയുടെ അച്ഛനാണ്. ഭയങ്കര ശ്രദ്ധയാണ്. എല്ലാ ഋഷീശ്വരന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോകും, ഗൃഹസ്ഥൻ്റെ അടുത്ത്. അദ്ദേഹം അഷ്ടവക്രൻ്റെ അടുത്തും യാജ്ഞവൽക്കൻ്റെ അടുത്തും ഒക്കെ പഠിക്കാൻ പോകും അല്ലേ? അപ്പോൾ അവിടുത്തെ ബ്രഹ്മചാരികൾ എന്താ പറഞ്ഞു? ഞങ്ങളെപ്പോലുള്ളവർ എന്താ പറഞ്ഞു? ഈ ഗൃഹസ്ഥന് എന്തിനാ അത്ര സ്ഥാനം കൊടുക്കണേ? അയാളുടെ ചർച്ചകൾ ഭയങ്കരമാണ് കേട്ടോ. അതൊക്കെ പിന്നെ പഠിക്കാം നമുക്ക്. ആ ചർച്ചകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ ഈ അഷ്ടവക്രൻ പറഞ്ഞു, നിങ്ങൾക്ക് അനുഭവത്തിൽ ഞാൻ കാണിച്ചു തരാമോ? അപ്പം എന്താ സംഭവം? മന്ത്രി എന്ന് പറയണത് എന്താണ്? കൊട്ടാരത്തിൻ്റെ പകുതി കത്തിക്കും അല്ലേ? ഒരു ഭാഗം നമ്മുടെ ഇത് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച ഭാഗം കത്തണു പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹവും ജീവനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം എങ്ങനെ യോഗപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അനങ്ങിയിലാണ് നമ്മൾ. പക്ഷെ അതേ സമയത്ത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ തുണി അതാ കുരങ്ങന്മാർ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. 5 നിമിഷവും ഞങ്ങളില്ല. ഞങ്ങൾ ഓടി. എവിടേക്കാണ് ഓടിയത്? തുണിയൊക്കെ എടുത്ത് വെച്ച് മടക്കി വെച്ച് തിരിച്ചു വന്നു. അപ്പോൾ അഷ്ടവക്രൻ ചോദിച്ചു, എന്താ ചോദിച്ച്? നീ സന്യാസിയാണ്, നീ ബ്രഹ്മചാരിയൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നീയെ ഒരു നിമിഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടേക്കാണ് ശ്രദ്ധിച്ച്? വസ്ത്രത്തിലേക്ക്. എന്നാൽ അദ്ദേഹമോ അനങ്ങിയോ? കൊട്ടാരത്തിൻ്റെ പകുതി പോയാലും അയാളുടെ ജീവൻ പോയാലും അയാൾ എന്ത് ചെയ്യില്ല? അനങ്ങില്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു വാസന 1,00,000-ൽ ഒരാൾക്കേ ഗുരു ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ശിഷ്യപുത്രയുടെ കഴിവ്. ഗുരുവിൽ നിന്നും അന്യമായി ശിഷ്യപുത്ര നിൽക്കുകയില്ല. ജന്യ അഥവാ സ്തംഭന അവസ്ഥയ്ക്ക് പോയാലും ഒരു രക്ഷയില്ല, ഗുരുവില്ലാതെ ഉണരില്ല. അവസാനം ഗുരു കൈ കഴുകിയ വെള്ളം കൊണ്ടാണ് പോയി തെളിക്കുമ്പോഴാണ് ജന്യ ഉണരുന്നത്. നമ്മളോ എങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് നമ്മൾ നോക്കുക അല്ലേ? ശിശുപൂതിയെ കാണുക, ആ സെക്കൻഡിൽ അപ്പുറത്ത് കൂടെ വരും, നമ്മൾ സ്ഥലം വിടും അല്ലേ? എന്താ കാരണം? ഇപ്പുറത്ത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടേതല്ലാത്ത നമ്മുടെ വീടും കുടുംബവും ഒക്കെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ അല്ലാതെ ആവും. നിങ്ങളുടെ വീട് ഒരിക്കലും നിങ്ങളുടെ അല്ലാതെ ആവും. അവസാനമായി നിങ്ങൾ അവിടെ നിന്ന് എടുക്കും. പിന്നെ നിങ്ങൾ അവിടെ കണ്ടാലോ പിന്നെ ഇവിടുന്ന് തീർത്തും ഭസ്മവും ഒക്കെ കിൻഡിൽ കണക്ക് വാങ്ങിച്ചു പോകും. തേളിച്ചിട്ട് നിങ്ങളെ പുറത്താക്കും. എന്താ കാരണം? പിന്നെ നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾക്ക് അധികാരമില്ല. അവിടെയാണ് നിങ്ങൾ സമയം കളയുന്നത്. എന്നാൽ ഇവിടെ കണ്ടാലോ ഗുരു പറയാതെ അവിടെ നിന്നോട്ടെ, ഞാൻ നിർത്തിയതാണ് അവനെ എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഞ്ചയ കർമ്മങ്ങൾ, നിങ്ങളുടെ വാസനകൾ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ തടസ്സം വരും, ഉറപ്പാണ്. ഇന്ന് മുരളി മാഷ് ഞാൻ ഒരുപാട് പിടിച്ചിട്ടാണ് കിട്ടിയത്. രാജീവ് മാഷൊക്കെ ഇതാ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്ത ഹെഡ് അവിടെ ഇവിടെ നിന്ന് ഇരിക്കുകയാണ്, പേടിച്ചിട്ടേ ഇരിക്കുകയാണ്. കാരണം അവിടെ ഇന്ന് ഒരു സെക്ഷൻ ഓഫ് ചെയ്യർ അല്ലേ? അവിടുന്ന് രാവിലെ 6:30 ഇവിടുന്ന് ഓടി, സ്വാമി ഞാൻ വരാം. അത് രക്ഷപ്പെട്ടു, കറക്റ്റ് സമയത്ത് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഓടാൻ നിൽക്കുകയാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അവരേലാണ്. ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ഒരു സെക്കൻഡ് തെറ്റിയ ഒരാൾ പോകും, ആ ലൈനിൽ നിൽക്കുന്ന ആൾ പോകും. അത്ര ഉത്തരവാദിത്തപ്പെട്ടിട്ടും അവർക്ക് ഇവിടെ വരാൻ തോന്നുന്നത് അവരുടെ ജീവൻ്റെതായ ഒരു കർമ്മത്തിൻ്റെ വാസനയാണ്. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രിസ്ക്ക് വണ്ടി പോയില്ലേ എന്ന പോലെ നമ്മുടെ വണ്ടി എവിടെ വരും? ഈ കയറ്റം കയറി എവിടെ വരും? ഇങ്ങോട്ടേക്ക് കയറി വരും. അങ്ങനെയുള്ള ഒരു ജീവൻ്റെ വാസന നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അറിവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വീട് കെട്ടുമ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആർജിത ജീവൻ്റെ പുണ്യമാണ് മണ്ണാങ്കട്ടയാക്കി മാറുന്നത്. ഞാൻ പറഞ്ഞല്ല, ഗുരുവിൻ്റെ വാക്കാണ്. അങ്ങനെ മാറുമ്പോൾ നിങ്ങളുടെ ജീവൻ്റെ പുണ്യക്കുറവ് നിങ്ങൾക്ക് രോഗമായി വരും.
കുറേ പേര് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് വീട് കെട്ടിയവർ. നിങ്ങളൊന്ന് അന്വേഷിച്ചു. അത് എത്ര വലിയ പൈസക്കാരായാലും ശരി സാധാരണക്കാരനായാലും ഒന്ന് ഇളകും. മഞ്ജുമ്മയോടൊന്ന് ചോദിച്ചോളാം. ഇവിടെ മഞ്ജുമ്മയുണ്ട്, ചോദിക്കുക. വിജയേട്ടനോട് ചോദിക്കുക. സത്യത്തിനോട് ചോദിക്കുക കേട്ടോ. ഡോക്ടർ പിന്നെ ക്ലാസ് എടുത്തു, നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? ആ, അങ്ങനെ വീട് കെട്ടിയ ചില ആൾക്കാരോടൊക്കെ നിങ്ങളൊന്ന് സംസാരിക്കുക. ഒന്നിലെ ഒരു ആശയത്തിന് പോവും. കാരണം ഈ ഊർജ്ജമാണ് മറ്റൊന്നായി മാറുന്നത്. സന്ധ്യാമ്മയോടും ചോദിച്ചോളാം വീട് കെട്ടുമ്പോൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഗുരു നമ്മളോട് പറഞ്ഞത് എക്സ്ട്രാ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഗുരു പറഞ്ഞത് ഇതിൻ്റെ ഒരു വിഷമതര ഊർജം കുറയുള്ളൂ, നിങ്ങളുടെ ഊർജം കൂടുകയും ചെയ്യും. വീട് നിങ്ങൾ വാങ്ങുമ്പോൾ ഏത് സ്ഥലം വാങ്ങണം? എങ്ങോട്ട് ചെരിവുള്ള സ്ഥലം വാങ്ങണം? വടക്ക് താണുള്ള സ്ഥലം കിട്ടിയാൽ നല്ലതാണ്. പിന്നെയോ കിഴക്കോട്ട് താണാലും കുഴപ്പമില്ല. ബാക്കിയുള്ള സ്ഥലം അത്ര നല്ലതല്ല. ഇപ്പം നമ്മുടെ ആശ്രമം തന്നെ കുറച്ച് വിഷമമുള്ള സ്ഥലമാണ്. എങ്ങോട്ടാണ് ചെരിഞ്ഞിരിക്കണം? പടിഞ്ഞാട്ട് ചെരിഞ്ഞ് തെക്കോട്ട് ചെരിഞ്ഞ് നിൽക്കുക. അതോടെ നമ്മൾ ഇവിടെയൊക്കെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും വടക്കോട്ടേക്ക് വെള്ളം ഒഴുക്കാൻ നോക്കും. എന്താ കാരണം? ഇത് നമ്മുടെ ഭൂമിയുടെ ഊർജവുമായിട്ട്, അല്ലാതെ ഇതിൽ ഇനിയിപ്പോൾ ആത്മീയം കണക്ക് വരുത്തരുത് കേട്ടോ. ഇനി ഇതിൽ ദൈവയുടെ മറ്റേതാണോ മറിച്ചതാണോ വിളക്ക് വെച്ചാൽ മാറും ഒന്നും ചോദിക്കണ്ട, ഒന്നുമില്ല. ഈ ഊർജ്ജ കണക്കേ ഞാൻ പറഞ്ഞിരുന്നു. ഭൂമിക്കൊരു ഊർജ്ജ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് കുറച്ച് വിഷമത വരും. എന്നാൽ പ്രാർത്ഥനയും ചിട്ടയും ഗുരുവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമല്ല. ശാന്തിഗിരി ആശ്രമത്തിൽ ആദ്യത്തെ ഗസ്റ്റ് ഹൗസ് എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് കന്നിമൂല. അവിടെ റൂം കിട്ടുക അവർ വലിയ VIP ആണ്. നമ്മളൊക്കെ അവിടെ പണ്ട് ഒരു ഒക്കെ കിട്ടാൻ വേണ്ടി അല്ലേ ആ മൂലയ്ക്ക്. ഇന്ന് സന്യാസിമാർ താമസിക്കേണ്ട കുറച്ച് മുന്നിലായി. അവിടെ കക്കൂസും കൂടെ. അപ്പോൾ ഗുരു അവസാനം സഹകരണ മന്ദിരത്തിൻ്റെ സമർപ്പണ സമയത്താണ് ഗുരു പറയുന്നത്, എടാ അവിടെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കണം. അപ്പോൾ കരിങ്കൽ ഇത്രയും ഹൈറ്റ് കെട്ടണം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ് കെട്ടിക്കാൻ നിന്നോളും പറഞ്ഞു. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 27 വർഷമായി. എൻ്റെ അപ്പുറത്തിപ്പുറത്തെ ബിൽഡിംഗ് ഒക്കെ വന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഗുരുവിൻ്റെ മ്യൂസിയം ആവാൻ പോകുന്ന അതും വന്നു. അപ്പം എന്താ, ഊർജം കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇതൊരു സയൻസാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മാഗ്നറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ? എന്താണ് ആരൂഢം പറഞ്ഞ? മിനിയേ, നീയെങ്കിലും പറ. നീ ഒരു ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസിലെ ആളാണ്. ഒന്നിലേക്ക് വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആരൂഢം. എന്തുകൊണ്ടത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരാൻ കാരണം? കന്നിമൂലയാണ്, മനസ്സിലായി. അതെന്താ അവിടെ വരാൻ കാരണം? ഭൂമിയിൽ ടീച്ചർമാരാണത് പറയേണ്ടത്. 2 ടീച്ചർമാർ ഉറങ്ങുകയാണ് അവിടെ ഇരുന്ന്. ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികൾ ദൈവമേ. എന്താണ് മാഗ്നറ്റ് എടുക്കുക? നോർത്ത് ടു സൗത്തിലേക്കാണ് മാഗ്നറ്റ് പോയി. എൻ്റെ മാഗ്നറ്റ് ഇൻഫ്ലക്ഷൻ പോകുന്നു അല്ലേ? അതുകൊണ്ടാണ് സാറ്റലൈറ്റൊക്കെ ഇങ്ങനെ പോകുള്ളൂ. സാറ്റലൈറ്റ് ഒരിക്കലും നേർക്ക് വിടാൻ പറ്റില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചന്ദ്രനിലേക്ക് പോകുള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് നോർത്ത് സൗത്താണ്. ഒന്ന് ചെരിഞ്ഞതുകൊണ്ട് എവിടേക്ക് ചെരിഞ്ഞു? പടിഞ്ഞാറോട്ട്, ഇവിടെ കിഴക്കോട്ട് അല്ലേ? അപ്പോൾ കിഴക്ക് വടക്കേ മൂലയിൽ നിന്നും തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് എന്ത് പോകുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഇൻഫ്ലക്ഷൻ പോകുന്നു. അപ്പോൾ ഒരവിടെ അടുക്കളയും ഒരവിടെ എന്തും വെച്ചു? ആരൂഢവും വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി എവിടെയെങ്കിലും പോയിട്ട് കറവറോ ചോദിച്ചാൽ എന്താ നിങ്ങൾ വീട്ടിൽ ആരൂഢത്തിൽ എന്താ വെച്ചിരിക്കുക ചോദിച്ചാൽ എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ വെച്ചു. അതെന്തിനാ അവിടെ വെക്കാൻ കാരണം? ആർക്കറിയാം? അവിടുന്ന് വരച്ചു വന്ന് ഞങ്ങൾ അതുപോലെ ചെയ്യും. ഒരു മാറ്റമില്ല. അപ്പോൾ അവിടുത്തെ നിൽക്കുന്ന പണിക്കാരനെ ചോദിക്കണം, എന്താ അതൊക്കെ തെറ്റാണല്ലോ? അതല്ലേ, എന്നാൽ ഈ ഒരു കാര്യം ഇവിടെ ഓട്ടിട്ടോ. എന്തൊന്നാണോ ഗുരു വേണ്ട പറയുന്നത് അതിനൊക്കെ നമ്മൾ ചെയ്യും. എന്താ കാരണം? നമുക്ക് ഇവിടെ ക്ലാസ് എടുത്താലും ആരെ തലയിൽ കയറില്ല. ശ്രീധരഭാഷ മനസ്സിലായോ ഞാൻ പറയുന്നത്? ഒരു മാഗ്നറ്റ് വെച്ച് വരച്ചു നോക്കിയോ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. ഒരു പേപ്പറിൽ വെച്ച് വരയ്ക്കാം. ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരോട് അവിടെ തുളസി വെക്കാൻ പറഞ്ഞു. എവിടെ? രാമേശ്വരൻ ഗ്യാങ്ങിനോട് എന്ത് പറഞ്ഞു? സുരേഷ് ജി എവിടുത്തെ വെക്കാൻ പറഞ്ഞു? തുളസിയും പൂവൊക്കെ കന്നിമൂലയിൽ പൊക്കാൻ പറഞ്ഞു.
എങ്കിലേ ഇവിടെ നിൽക്കുന്ന സന്യാസിക്കും ഇവിടെ നിൽക്കുന്ന പലവർക്കും ഒരു സ്വസ്ഥതയോടെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാനിവിടെ എന്ത് സംസാരിച്ചാലും മീനിയുടെ തലയിൽ കയറില്ല, സുരേന്ദ്ര മാഷ തലയിൽ കയറില്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെ തലയിലും കയറില്ല. കാരണം എന്താ? എനർജി ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലാണ് ഞാൻ 200 വീട്ടിൽ പോയിട്ടുണ്ട്. മിക്ക വീട്ടിലും വടക്കിഴക്കേ മുറിയിൽ ബാത്റൂം ആയിരിക്കും, കിണറ്റിനോട് ചേർന്നിട്ട്. ഉറപ്പാണ് ആ വീട്ടിൽ ആസ്മയുണ്ടാവും. വെള്ളം കോരി കുളിക്കാനുള്ള സൗകര്യത്തിന് എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. കുറേ വീട്ടിൽ ഞാൻ മാറ്റിപ്പിച്ച് പറഞ്ഞു, ഗുരു ഓക്കെ പറഞ്ഞു. അവിടെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ട് മാറ്റരുത്, ഗുരുവിനോട് ചോദിച്ചു ചെയ്യും. അതേപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മുടെ ആരൂഢം എത്ര സെൻറ്റിമീറ്റർ പൊങ്ങിയിരിക്കണം? ഗുരു പറഞ്ഞ എത്രയാ? ഒരു ചെങ്കൽ കനം ഒരു 10-11 സെൻറ്റിമീറ്റർ ഉണ്ടാവും, അത് പൊങ്ങിയിരിക്കണം. മനസ്സിലായോ? അത് നമ്മുടെ വീട് ചെയ്യുമ്പോൾ ചെയ്യണം. എന്താ കാരണം? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് തട്ടുന്നത് എവിടെയാ? നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ അടുത്ത് തട്ടുന്നത് എവിടെയാ? സൗത്ത് വെസ്റ്റിലാണ്, അല്ലേ? അപ്പോൾ കന്നിമൂലയിൽ നിന്ന് വരുമ്പോൾ അത് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് കിട്ടണം. അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല. അതാ ഞാൻ പറഞ്ഞു. ഇതെല്ലാം രാമേഷേട്ട പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നമ്മൾ എത്ര മണിക്ക് എണീക്കണം? അത് ശരിയാവില്ല. മനുഷ്യക്ക് മനസ്സിലായോ? നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് എണീക്കണം? എല്ലാവരും തല കുനിക്കാനല്ല പറഞ്ഞു, തല ഉയർത്തി പിടിച്ച് പറയണം. ഒരു 5 മണിക്ക് 5:30 മതി. ഇനിയിപ്പോൾ 3 മണിക്കൊക്കെ പറഞ്ഞു ഒരു പകുതി വരും നാളെ സത്സംഗത്തിന് വരില്ല. സ്വാമിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഒരു 5-5:30 ആകുമ്പോഴേക്കിന് എണീച്ചിട്ടില്ലെങ്കിൽ നിർമ്മാല്യം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഊർജം ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏരിയയിൽ, അല്ലേ, ഓരോ സമയങ്ങളിൽ അതിങ്ങനെ മാറും. സൂര്യൻ്റെ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതാണ്ടാണ് ഒരു കുട്ടി എന്നോട് ചോദിച്ചത്, അമേരിക്കയിൽ നിർമ്മാല്യം എത്ര മണിക്കാണ് ചോദിച്ചത്. അമേരിക്കയിൽ എപ്പോഴാണോ ഈ എഞ്ചിൻ്റെ ഇത് വരുന്നത് അന്നാണ് അവിടെ മല. അല്ല ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഇപ്പോൾ സത്സംഗം വലിയ പ്രശ്നമായിരുന്നു. മെയ് 6 സത്സംഗം. എന്താ പ്രശ്നം? നമ്മളിവിടെ സത്സംഗം കൂടുമ്പോൾ പലവരും രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. എവിടെ? മെക്സിക്കോയിൽ. എങ്ങനെ സത്സംഗം നടത്തും? ഇത് നാളെ വരാൻ പോകുന്നൊരു ഇഷ്യൂമാണ് നമുക്ക്. എന്താണ്? മെക്സിക്കോയിൽ ഒരു ആരാധന വന്നാൽ എങ്ങനെ ആരാധന ചെയ്യും? പ്രശ്നമാണ്. അമേരിക്കയിൽ ഒരു ആരാധന വന്നു രാമകൃഷ്ണൻ എല്ലാം കൂടി അവിടെ കൃഷി ചെയ്യാൻ പോവാണ്. അവിടുത്തെ ആ പൗർണമി എങ്ങനെയായിരിക്കും? ഇവിടുത്തെ അവിടെയും പൗർണമി വ്യത്യാസം ഉണ്ടാവും, ഉറപ്പാണ്. അതൊക്കെ ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ആകർഷണ ഫലം വരുമ്പോഴാണ് നിർമ്മാല്യം തുടങ്ങുന്നത്. അതാണ് 5 മണി. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് എന്ത് ചെയ്യണം? നല്ല കൂർക്കം വലിച്ച് നമ്മൾ ഉറങ്ങിയാൽ ആ മാലിന്യം നമ്മുടെ തലയിൽ വീഴും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇന്ന് ആശ്രമത്തിൽ പോകാൻ വയ്യ, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, വീട്ടിലത്തെ ഒരു പണിയും കഴിയില്ല എന്ന് അമ്മമാർക്ക് എഴുതി തരാം. അതാണ് ഈ അമ്മമാർ പകുതി പേരുടെയും പണി എത്ര ചെയ്താലും തീരാത്ത. എന്തുകൊണ്ടാണ്? ഇതാണ്. അല്ലാതെ പണി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇത് ചെയ്യുന്ന എനർജി വ്യത്യാസം വരുമ്പോൾ എന്ത് സംഭവിക്കും? മഴ പെയ്യുമ്പോൾ തന്നെ കറണ്ട് പോകും. നിങ്ങളുടെ തെറ്റല്ല അത്. ഇതാണ് ഗുരു പറഞ്ഞു. ഇതാണ് ന്യൂനമർദ്ദവും. അപ്പം ഇത് പ്രാർത്ഥന കൊണ്ട് ഗുരു പറഞ്ഞു ഇതിനെ കറക്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 5-5:30 എണീച്ച് കൃത്യമായി കുളിയും കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയാൽ എല്ലാവർക്കും തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ അണുക്കൾ നല്ലോണം ഉറങ്ങി പഠിച്ചതാണ്. അവരുടെ മുത്തശ്ശൻ തൊട്ട് ഉറങ്ങിയവരാണ്, മുത്തശ്ശി തൊട്ട് ഉറങ്ങിയവരാണ്. അവരെണീക്കോ? പൊതുവട്ടം എണീക്കോ? മനുശ്രീയൊക്കെ ഇവിടെ വന്നിട്ടാണ് ചുവന്നതാണ് സൂര്യൻ എന്ന് അറിഞ്ഞത്. രാവിലെ സൂര്യൻ, പല കുട്ടികളും ചോദിച്ചു എന്താ സൂര്യൻ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതാണ് ഉദിക്കുമ്പോഴുള്ള സൂര്യൻ. ഇത്ര കളറുണ്ടോയെന്നാണ് ചോദിക്കുന്നത് പല കുട്ടികളും. ഒരാളല്ല ഞാൻ അവളെ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. എത്രയോ പേര് അങ്ങനെ ചോദിച്ചായിരുന്നു. എന്താ കാരണം? മഞ്ഞയുണ്ട്, അതിൽ ചുവപ്പുണ്ട്, കടും ചുവപ്പുണ്ട്, അല്ലേ? അതൊക്കെ അവർ രാവിലെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഇവിടെ പലവരെയും എണീപ്പിക്കുന്ന അവൾ മനസ്സിൽ ചോദിച്ചാൽ ഇവിടുത്തെ ഓരോ കുട്ടികളെ അവളാണ് എണീപ്പിക്കാറ്. ചിലവരൊക്കെ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യും, നിന്ന് തപസ് ചെയ്യും. അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ തെറ്റാണെന്നല്ല പറയും. രാജിക്ക് ഞാൻ എത്രയോ ചീത്ത പറയട്ടെ കുട്ടികളെ ഏൽപ്പിക്കാത്തതുകൊണ്ട്. അവർ പറയും ആ നേരം കൊണ്ട് വന്ന് ഇവിടെ 2 അഖണ്ഡനാമം ജപിച്ചാൽ എനിക്കെങ്കിലും പുണ്യമുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലെ ആരൂഢം കൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്ത് ചെയ്യണം? ഉണർന്ന് വരണം. അവരാണ്. അതിനാണ് നമ്മൾ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിൽ ആ 3 സ്റ്റെപ്പുകൾ, അല്ലേ?
ജനിമൃതി ഹരണം എന്നതിൻ്റെ സങ്കല്പമാണ് അത്. സൃഷ്ടി സ്ഥിതി സംഹാരം, മൂന്നാമത്തെ ഓങ്കാരം അല്ലേ, നാലാമത്താണ് ഓങ്കാരം. ഇത് ചെയ്യും. ഓങ്കാരം വെച്ചില്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കും. ഇതിൻ്റെ എല്ലാം വീട് കെട്ടുമ്പോൾ ഉദ്ദേശിക്കുന്ന കർമ്മം എന്താണ്? ഈ ഒരു ധർമ്മം കൊണ്ടുവരാനാണ്. ആദ്യം വീട് കെട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗുരുവിനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. മിക്കവരും എന്താ ചെയ്യണം? സ്വന്തം പ്ലാൻ വരച്ച് തീരുമാനം എടുത്തിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകരുത്. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് വീട് കെട്ടണോ വേണ്ടയോ. ഗുരു പറയണോ കെട്ടണ്ട, നീ വീട് വാങ്ങിയാൽ മതി, നിനക്ക് വീട് കെട്ടിയാൽ ഉതകില്ല. എത്രയോ പേരുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ പറഞ്ഞ് 2-3 പേര്. എന്നാൽ ചിലവരോട് പറയുന്നത് നീ സ്ഥലം വാങ്ങി കെട്ടണം. ഗുരുവിനോട് ചോദിച്ചിട്ടേ ഇതിനെല്ലാം. പക്ഷെ ഇതിനെല്ലാത്തിൻ്റെ അടിസ്ഥാനം സുചിന്ദ്ര മാഷായാലും ശരി, ഞാനായാലും ശരി, മിനി ആയാലും ശരി, എന്താണ്? പ്രാർത്ഥന വേണം. കാരണം എൻ്റെ ജീവന് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ എനിക്ക് അനുവാദം കിട്ടില്ല. അതുകൊണ്ട് സമയമായി, ഞാൻ അധികം നീട്ടുന്നില്ല. 2:45. അല്ല, ഞാൻ ഈ 5 മണി 4:30 എണീക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടോ എനിക്ക് ഭ്രാന്താണ് പറയും ഇവരൊക്കെ. എന്താ കാര്യം അറിയോ? കത്തിക്കണം. അത് ഉണരണം. ആരാ ഉണരണം? 5:30 എണീറ്റ് 6 മണിക്ക് കൊത്തരുത് ഞാൻ പറയുന്നു. ഞാനിവിടെ മിക്ക വീടുകളിലും പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എത്ര മണിക്കാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്? 8 മണിക്കാണ്. കാരണം ഗുരുവേദയ്ക്ക് എണീക്കുന്നത് 7 മണി 7:30. അപ്പോൾ എനിക്ക് എന്താ ചെയ്യുക? എലിപ്പത്തായം സിനിമ പോലെയാണ്. അങ്ങോട്ട് പോണ പോലെ അതിനെ അനുസരിച്ച് അമ്മാവിന് ഓടുകയാണ്. പറഞ്ഞേ കേൾക്കില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി നോക്കിക്കോളൂ. ആരുടെ വീട്ടിൽ പോയാലും ഭാര്യമാർ. ഞാനിവിടെ ഒരു കഥ പറഞ്ഞില്ല അന്ന്. ഒരു സ്ത്രീ എന്നെ ഒരു പേര് വയ്ക്കരുത്. അവർ വന്നിട്ട് പറഞ്ഞു ഭർത്താവിനെ വിശ്വാസമാക്കി തരണം. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് വിശ്വാസം ഇങ്ങോട്ട് കൊള്ളിച്ചുകൊണ്ട് പോകാം. ഞാൻ സംസാരം തുടങ്ങി, ആശയമൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടപ്പെട്ടു അയാൾക്ക്. അയാൾ ചോദിച്ചു നിങ്ങളുടെ ആശയപ്രകാരം പെൺകുട്ടികൾ എത്ര മണിക്ക് എണീക്കണം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മിനിമം 5-5:30 എണീക്കണം. പോട്ടെ, ഒരു 9 മണിക്കെങ്കിലും ഇവളോട് എണീക്കാൻ പറയാം. ആരോട് അവർ വിശ്വാസിയാക്കി തരുന്നുണ്ട്. എന്നോട് കൊണ്ടുവന്ന ആളോട് എന്നോട് പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അത് ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് നീ. അത് ഞാൻ സ്വാമി പലപ്പോഴും അലാറം വെച്ച് നോക്കും. അലാറം ട്യൂണ് പോലെ തോന്നി. ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങുന്നു 9 മണി വരെ. അടുത്ത ചോദ്യം എന്താണ്? ഉറങ്ങി എണീച്ചാൽ എന്താണ് നിങ്ങളുടെ രീതിയിൽ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു കുളിക്കണം. 2 ദിവസം കൂടുമെങ്കിലും ഇവളോട് കുളിക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ സൗകര്യവും വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനം അവൻ വിശ്വാസിയും. ഇങ്ങനെയല്ല കുറേ ഉണ്ട് കേട്ടോ, ഒന്നല്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്തുണ്ട് ആ കുടുംബത്തിലുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അവസാനം സംസാരിച്ച ഞാൻ അവനുമായിട്ട് വിശ്വാസിയായി. അവള് എന്തായി? പുറത്തായി. അവൻ കൃത്യം 5 മണിക്ക് എണീക്കുന്നു അല്ലേ? അവൻ ചോദിച്ച ചോദ്യം, ലാസ്റ്റ് ചോദ്യം എന്താ? ഇത്രയൊക്കെ ആയിട്ടും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെ ആര് നോക്കണം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവളെന്നെ നോക്കണം. വേണ്ട, അവരെ തല്ലാതിരുന്നാൽ മതി എന്നാ പറഞ്ഞത്. നോക്കൊന്നും ചെയ്യണ്ട, ഫുഡും കൊടുക്കണ്ട, അവർ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവർ ഇവിടെ പേടിച്ചിട്ട് അങ്ങ് ദൂരെയുള്ള എൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിൽ പോയി താമസിച്ചിരിക്കണം. ഞാൻ ചിലവ് പാടം കൊണ്ട് കൊടുക്കണല്ലോ. ഇവരൊക്കെ വിശ്വാസിയായിട്ട് കാര്യമുണ്ടോ? അതാണമ്മ ഞാൻ പറഞ്ഞു 5:30 ലാസ്റ്റ് വണ്ടി 5:30. 4:30 എണീക്കണം, 4:45 എണീക്കാം, 4 മണിക്ക് എണീക്കണം. എൻ്റെ അഭിപ്രായത്തിൽ 4 മണിക്കാണ് ഗുരു ബെല്ലടിക്കുന്നത്. വലിയ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? 4 മണിക്കാണ് ഗുരു അടിക്കുക. ആര്? നല്ലതാണ്. പക്ഷെ മക്കളൊന്നും എണീക്കണം. അവിടെയാണ് പ്രശ്നം. ആ ചര്യ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഗോത്രത്തിലും വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മോണിഷ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമേ വരില്ല. ഡോക്ടർ വെറുതെ കൂട്ടിക്കൊണ്ട് വരും. മോണിഷ പറയും നിങ്ങൾ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് ചില അസുഖമൊക്കെ വന്നാലും എൻ്റെ അടുത്ത് വന്ന് എന്നെ മെഡിസിൻ ചെയ്യാൻ. അതൊക്കെ സത്യമാണ്. പക്ഷെ ഗുരു നമ്മളെ പഠിപ്പിച്ചത് കൃത്യസമയത്ത് എണീക്കണം. ഈ പ്രകൃതിയുമായി ഇണങ്ങിപ്പോണം നമ്മൾ. ആ ഇണക്കം കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? ഈ പറഞ്ഞ എല്ലാ എനർജിയും വിഷമങ്ങളും ദൂരം. അതൊരിക്കലും ഗുരു പറഞ്ഞിട്ടുണ്ട്, എടാ പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങരുത്. ശൂദ്രന്മാരായ നമ്മളെല്ലാവരും 2 മണി വരെ ഉറക്കമൊഴിക്കും, ഇരുന്ന് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒറ്റ ഉറക്കം. പഠിച്ചതൊക്കെ സവകോയം. അപ്പോൾ ഗുരു പറയും നേരത്തെ കിടന്ന് ഉറങ്ങാം. എന്നിട്ട് 3 മണിക്ക് എണീച്ച് കുളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇരുന്ന് പഠിച്ചോ. ഒരിക്കലും പിന്നെ ഉറങ്ങരുത്, നേരെ പരീക്ഷയ്ക്ക് വെക്കോ. അപ്പം എന്ത് കിട്ടും? ആ പഠിച്ചതെല്ലാം
ഓർമ്മ കിട്ടും. അപ്പം ഇത് നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കളയരുത്. അത് പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തിലായിരിക്കണം. നമ്മളെല്ലാവരും ഒന്നിച്ച് ഉണർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഞാനൊരു പരീക്ഷണം ഇവിടെ നടത്തി നോക്കി. അതെ, നേരത്തെ കഴിക്കാം, ലൈറ്റ് ഭക്ഷണം കഴിക്കാം, അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് പ്രാർത്ഥിച്ച് കഴിക്കണം. ഇത് കിട്ടുമ്പോഴേക്കും അടിച്ചു കഴിയും. പിന്നെയാണ് ഗുരുവിനെ ഓർമ്മ, ഗുരുവി മറന്നുപോയി. ഏത് ഭക്ഷണം നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഗുരുവിൻ്റെ മാറ്റം, ഗുരുവിൽ നിന്ന് വാങ്ങി കഴിക്കണ പോലെ കഴിക്കണം. ഇത് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ടും ഭർത്താവിനെ കുറ്റം പറഞ്ഞ് മക്കളെ കുറ്റം പറഞ്ഞിട്ടും നമ്മൾ കഴിച്ചെന്ത് സംഭവിക്കും? നമ്മളെ അത് കേടുവരും. അതുകൊണ്ടാണ് ഏത് കാര്യവും പ്രാർത്ഥിച്ച് കഴിക്കാൻ ആര് പറയണം? ഗുരു നമ്മളെ പഠിപ്പിച്ചു. ഗുരുവൊക്കെ ആഹാരം കഴിക്കാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. അതിങ്ങനെ ഉരുട്ടിയിട്ട് ആ ഉരുളേക്കുണ്ടല്ലോ നമുക്കൊക്കെ തരുമ്പോൾ അല്ലേ, ആ അടുത്ത് നിന്ന് ആ വായിൽ കൂടെ നമ്മൾ കപ്പലല്ല, എന്താ വലിയ വലിയ കപ്പലൊക്കെ ഓടും നമ്മുടെ വായിൽ കൂടെ. ഇങ്ങനെ തട്ടി കുറച്ചും കൂടെ ഒഴിച്ച് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവൻ അങ്ങോട്ട് വന്നില്ലല്ലോ എന്നിട്ട് രണ്ട് നക്കലൊക്കെ ഉണ്ട് ഇങ്ങനെ കൈ. നമ്മുടെ വായിൽ നിന്ന് എല്ലാവിധ കൺട്രോളും. അത് ഗുരുവിൻ്റെ ആ ഒരു രീതിയാണ്. ആ ഗുരു ആ ഭക്ഷണത്തിനോട് കാണിക്കുന്ന ബഹുമാനമാണ്. അത് നമുക്ക് ഉരുട്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ നേർക്ക് നീട്ടിയാൽ വേറെ ആളെ കൊടുക്കും. അത് ചിലവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്, അതാണ് പങ്ക്. അതാണ് ഗുരുവിൻ്റെ ആഹാരം വിളമ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട് കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാ കാര്യം, ഗുരുവിനോട് ചോദിക്കാതെ ഒന്നിനും തീരുമാനമെടുക്കുക. കെട്ടണോ വേണ്ടെന്ന് ആ തീരുമാനിക്കണം, ഗുരുവിനോട് ചോദിക്കും കേട്ടോ. വീട് കെട്ടിയെന്നുള്ള അനുവാദം കിട്ടിയാൽ മുതൽ കട്ടിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കടം നമ്മുടെ വീട്ടിൽ കയറി വരും, രോഗം കയറി വരും, വിഷമങ്ങൾ കയറി വരും, വിചാരിക്കാത്ത പ്രശ്നങ്ങളെല്ലാം കയറി വരും. കാരണം ഊർജം കുറയുന്നതനുസരിച്ച് പലതും വരും. അതുകൊണ്ട് പ്രാർത്ഥന ചിട്ടപ്പെടുത്തണം. 2:45 ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ വീടിൻ്റെ കാര്യത്തോട് നിർത്താം, പോരെ? ഇനി വീടിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടോ? വീട്ടിൽ കട്ട്ള വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എപ്പോഴും ഒന്ന് ചോദിക്കേണ്ടത്, പ്രാർത്ഥനാക്ക് കട്ട്ള വെക്കണോ ഫ്രണ്ടിൽ കട്ട്ള വെക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ? രണ്ടും വെക്കാം. പ്രാർത്ഥനാത്തെ കട്ട്ലയും ആദ്യം വെക്കാം, ഫ്രണ്ട് കട്ട്ലയും വെക്കാം. പക്ഷെ നമുക്ക് കട്ട്ള വെപ്പ് എന്നുള്ളൊരു ചടങ്ങ് ഇല്ല. പക്ഷെ നിങ്ങളുടെ ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? സുചിത്ര മാഷിനോട് അത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് അനുവാദം തന്നാൽ പിന്നെ ഞാൻ അവിടെ പ്രവേശിക്കാനേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡോർ തുറന്ന് ആരെ കയറ്റണം? ഗുരുവിനെ കയറ്റണം. നമ്മളെന്താ ചെയ്യണേ? മറ്റേ ശാസ്ത്രമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഇതിന് സംശയം വന്നപ്പോൾ അമ്മയുടെ വീട്ടിൽ പോലും അമ്മ എന്ത് ചെയ്തിട്ട് സൂത്രവോട്ട വെച്ചു കൊടുത്തു. എന്താ സൂത്രവോട്ട വേണ്ടാന്ന് ഗുരു പറയാൻ കാരണം? പറ, എന്താണ് സൂത്രവോട്ട വേണ്ട പറയുന്നത്? അവൻ്റെ വീട്ടിലുണ്ട്, നേർക്ക് വെച്ചിരിക്കും. എന്നിട്ട് അവിടുത്തെ എൻഡിൽ ഒരു ഓട്ട വെച്ചിട്ട് അങ്ങോട്ട് വിട്ടിട്ട് പുറത്തേക്ക്, ഫ്രണ്ട് ഡോറിന് നേർക്ക് ഇല്ലേ? ആ വീട്ടിലുണ്ട്. ഗുരു വന്ന വീടല്ലേ ഇവരുടെ വീട് അല്ലേ? അവിടെ അങ്ങനെ വെച്ചിട്ട് എന്താ അങ്ങനെ ചെയ്യണം? കഴിക്കണ്ടെന്നാണ് ഗുരു പറഞ്ഞിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാൻ തോന്നുന്നു. എന്തിനാ അങ്ങനെ വേണ്ട പറയാൻ കാരണം? എന്താ സുന്ദര മാഷേ, എന്താ അറിയോ? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഗുരുവിൻ്റെ പ്രകാശവുമായി പ്രാർത്ഥനയുമായി നമ്മൾ വീട്ടിൽ കയറുമ്പോൾ അതെങ്ങനെ പോവും? അങ്ങനെ പോകണമെന്നുള്ളവർ നേർക്ക് വെച്ചോ. അത് പൈശാചിക ഭീതി എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പിശാച് നേരെ പോയിക്കോട്ടെ, നമ്മൾ കൊണ്ടുപോകുന്ന ആരുടെ പ്രകാശമാണ്? ഗുരുവിൻ്റെ പ്രകാശമാണ്. അതെവിടെ നിൽക്കണം? നമ്മുടെ വീട്ടിനുള്ളിൽ തിളങ്ങി നിറഞ്ഞത് ആ ദേശത്തിനും ആ ജില്ലയ്ക്കും ഗുണം ചെയ്യണം, വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? അവരങ്ങനത്തെ പല കാര്യങ്ങളും അതുമാണ് നമ്മുടെ ആരൂഢത്തിൻ്റെ കണക്ക് മരണച്ചുറ്റാണ്. ആരേല് തത്വശാസ്ത്ര പ്രകാരം അതൊക്കെ നമ്മൾ നോക്കിയാൽ അല്ലേ? ഇതെല്ലാം നോക്കി കിട്ടിയ അയാളുടെ വീട് അത്ര പട്ടിണിയിലാണ്. നമുക്ക് കുറ്റിയടിക്കാൻ വന്ന ആളില്ലേ? അയാളെ വീട്ടിൽ പോയി ഞാൻ. അയാളെ അഷ്ടദാരിദ്ര്യം കാരണം അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒളിഞ്ഞു നടക്കുകയാണ്. ഇത്രയും കണക്ക് നോക്കി വീട് കെട്ടിയിട്ട്. മനസ്സിലാ? ആ കല്ല് വെക്കുമ്പോൾ
ഒരു ലോഹം വെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും വേണം നിർബന്ധം ഗുരു പറഞ്ഞിട്ടില്ല. കാലക്രമേണ ഹിന്ദുക്കൾ കൊണ്ടുവന്നിട്ടുള്ള ചില ഇതാണ്. ഗുരു പറഞ്ഞത് നിനക്ക് അനുഭവം തന്നു, ഞാൻ എന്താ ഒരു സന്യാസിയെ വിട്ടു തരുന്നു, കല്ലിട്ടോ തുടങ്ങിയാൽ അന്ന് മുതൽ എന്ത് ചെയ്യണം? ഹാരം കെട്ടി പ്രാർത്ഥിക്കണം. അല്ല, വീട് മൊത്തം പ്രാർത്ഥിക്കുക. അത് ഗുരുവിൻ്റെ ആ ഇച്ഛക്കല ഇതിൽ ആ വീട് എന്ത് ചെയ്യണം? പൂർത്തിയാക്കി കിട്ടണം. വേണ്ടേ? അത്രയേ ഉള്ളൂ. പക്ഷെ അത് ചിലവർ ചെയ്യാറുണ്ട്, അതിൽ വയ്ക്കാം, അതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അതിലൊന്നുമില്ല. ലോകത്തിൻ്റെ ഒരു നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മത്തെ കാണിക്കുന്നത് മാത്രമേ. ഇനി വല്ലതും ചോദിക്കാണ്ടോ? മധുവേട്ടൻ വല്ലതും ചോദിക്കാണ്ടോ? അതാണ് വടക്കേഴിക്കാൻ മൂലയിലും നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കുക, അവരവരുടെ വീട്ടിൽ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ എന്താ ഉള്ളത്, വടക്കിഴക്കേ മൂലയിൽ എന്താണ്? അവിടെ കക്കൂസും കുളിമുറിയാണ്. വടക്കിഴക്കേ മൂലയിൽ അല്ലെങ്കിൽ ആസ്മ ഉണ്ടാവും. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണെങ്കിൽ സമയമായി നടത്തും. പെട്ടിക്കും 2 കിലോ പൂവൊക്കെ വാങ്ങാനുള്ള സമയമായി. വേഗം പോവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ എനർജി ഡിഫറൻസ് വരുമ്പോൾ ആ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ വരും, കടം കയറി വരും കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി വേറെ വല്ലതും പറയാനില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് പ്രാർത്ഥനയുടെ വേറൊരു കാര്യം കൂടെ എടുത്ത് നമുക്ക് അവസാനിപ്പിച്ച് കർമ്മത്തിലേക്കോ അല്ലെങ്കിൽ ആരാധനയ്ക്കോ കടക്കണം. അല്ലേ? ക്ലിയർ ആണല്ലോ? ഞാൻ നിർത്താലോ? ഒന്നും പറയാനുണ്ടോ? അപ്പോൾ നവോല് ജ്യോതിർദിനം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത കൊല്ലം ഇതേപോലെ ആരെങ്കിലും സ്വാമിമാർ വരുമ്പോൾ അവിടെ എന്ത് പറയണം? നവോല് ജ്യോതിർദിനം പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് അറിയില്ല സ്വാമി, എന്തോ ആണ് അവിടെ ഞങ്ങൾ ഉണ്ട്. ഒക്കെ പഠിച്ചോളും. എല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഉള്ളിലിട്ട് പിടിച്ചോളും. പിന്നെ കളയരുത്. അതിൻ്റെ പ്രാധാന്യവും വലിപ്പവും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രാർത്ഥനാലയം നമുക്ക് വേണ്ടി നമ്മളത് ചെയ്ത് പൂർത്തിയാക്കണം. നമ്മുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി അത് പൂർത്തിയാക്കണം. അവരെല്ലാം ജാതിയും മതവും ഈ അന്ധവിശ്വാസങ്ങളും ഇല്ലാതെ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവർക്ക് സാധിക്കണം. എവിടെ? ഈ നാട്ടിൽ, അല്ലേ? അതിനു വേണ്ടിയുള്ള ആലയമാണെന്ത്? പ്രാർത്ഥനാലയം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ നിർത്തുന്നു. എൻ്റെ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. പരമകാരുണികനായ സർവസ്വമായ നമ്മുടെ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട്